ഓം ശ്രീ സായിരാം. ഓം ശ്രീ സായിരാം. ഗുരുപരമ്പരകൾക്കും സ്രഷ്ടാവും സംരക്ഷകനും പാലകനുമായ പരബ്രഹ്മസ്വരൂപത്തിന് നമസ്കാരം. ഇവിടെ വരുമ്പോഴൊക്കെ ഒരു പുതിയ എനർജി കിട്ടാറുണ്ട്. തീരെ അവശമായ അവസ്ഥയിലാണ് ഞാനിപ്പോൾ കയറി വന്നത്. ആ എനർജി തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഗുരുസന്നിധിയിലൊക്കെ സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഒരു ചമ്മലാണ് എനിക്കുള്ളത്. എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞൂടാ. കാരണം ഈ കൊല്ലക്കടയിൽ സൂചി വിൽക്കാൻ പോണ മനുഷ്യൻ്റെ അവസ്ഥയുണ്ടല്ലോ, എല്ലാവിധ സാധന സാമഗ്രികളും ഉള്ളിടത്ത് ഒരു സൂചിയും കൊണ്ട് വിൽക്കാൻ പോകണം. ആ അവസ്ഥയാണ് എൻ്റെത്. എനിക്കറിയാതെ. എന്നാലും ഗുരുക്കന്മാർ പറയുമ്പോൾ അനുസരിക്കണം എന്നുള്ളത് കൊണ്ട് അനുസരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് നവരാത്രി സമയമാണ്. 9 ഭാവങ്ങളിൽ പ്രപഞ്ച ചൈതന്യത്തെ നമ്മൾ ആരാധിക്കുന്ന സമയം. ശൈലപുത്രിയായിട്ട് ജനിക്കുന്ന ദേവി പരമശിവനെ തപസ് ചെയ്ത് വീണ്ടും ദക്ഷയാഗത്തിൽ ശരീരം ഉപേക്ഷിച്ച പാർവതീദേവി വീണ്ടും ശൈലപുത്രിയായി ജനിച്ച് ആ പരമേശ്വരനെ തന്നെ പ്രാപിക്കാൻ വേണ്ടി തപസ് ചെയ്യുന്നു ബ്രഹ്മചാരിണിയായി. അങ്ങനെ വിദ്യ ഒക്കെ നേടി ആ ബ്രഹ്മചാരിണി രൂപത്തിൽ നിന്ന് കൂടുതൽ ശക്തി സംഭരിച്ച് യുവതിയായി ചന്ദ്രഖണ്ഡ രൂപത്തിൽ. അതിനുശേഷം ആ പരമേശ്വരനുമായുള്ള ആ ഒത്തുചേരലിൽ ഒരു ആകാനുള്ള എല്ലാ ഭാവത്തോടും കൂഷ്മാണ്ഡ പ്രപഞ്ച അണ്ടത്തെ വഹിക്കുന്നവളായി, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടിക്ക് നിദാനമായ അണ്ടത്തെ വഹിക്കാൻ കഴിയുന്നവളായി കൂഷ്മാണ്ഡ ഭാവത്തിൽ ദേവിയാവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്ന ദേവീഭാവം സ്കന്ദമാതായുടെയാണ്. അമ്മയായി, സ്കന്ദൻ്റെ അമ്മയായി. ആ ഭാവത്തിൽ ദേവിയൊക്കെ ആരാധിക്കുമ്പോൾ സകലവിധ നമ്മളെ മോശ കർമ്മഫലങ്ങളെയൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന അമ്മയുടെ ഭാവമാണ് സ്കന്ദമാതാവിൻ്റെ. എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളോ വൈകല്യങ്ങളോ അറിവുകേടോ നമുക്കുണ്ടെങ്കിൽ ഒരമ്മ സ്വന്തം കുട്ടിയുടെ തെറ്റുകൾ മൂടി വയ്ക്കും. പുറത്താരോടെയും പറഞ്ഞു നടക്കില്ല. മറ്റുള്ള അമ്മമാരുടെ കുട്ടികളുടെ തെറ്റ് വേണമെങ്കിൽ നമ്മൾ പറയും. പക്ഷെ നമ്മളെ കുട്ടിയെ കുറ്റം കാണിച്ചാലും കഴിയുന്നിടത്തോളം നമ്മൾ പറയാതിരിക്കും. ആ മാതൃഭാവം നമ്മൾ ഓരോരുത്തരും ആ മാതാവിൻ്റെ സ്കന്ദമാതാവെന്ന് പറയുന്ന പാർവതി രൂപത്തിൽ ആ എല്ലാ നമ്മളെ കുറവുകളോടുകൂടി നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന അമ്മയാണ്. ആ സ്കന്ദമാതാവിൻ്റെ ഭാവം കഴിഞ്ഞു കഴിഞ്ഞാൽ കാത്യായനി രൂപത്തിലാണ് അമ്മ എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിഞ്ഞ് ദുഷ്ടസംഹാരത്തിനും രക്ഷണത്തിനും പ്രാപ്തയായ അമ്മയായി മാറിക്കഴിഞ്ഞു. വെറും ഒരു ശിശുവിൻ്റെ അമ്മയല്ല, പ്രപഞ്ചത്തെ തന്നെ തിന്മയിൽ നിന്ന് രക്ഷിക്കാനും നന്മയിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന കാത്യായനി രൂപം. ഇനി അങ്ങനെ കാത്യായനി ഭാവത്തിലിരിക്കുന്ന അമ്മയ്ക്ക് മറ്റൊരു രൂപമുണ്ട്, കാളരാത്രി എന്ന് പറഞ്ഞാൽ തിന്മയെ ഉന്മൂലനം ചെയ്യുക. തിന്മ കൊണ്ട് നിറഞ്ഞ പ്രപഞ്ചത്തിൽ തിന്മയെ ഉന്മൂലനം ചെയ്യാൻ, ഒട്ടും തന്നെ അവശേഷിപ്പിക്കാതെ തിന്മയെ ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന കാളീഭാവത്തിൽ അമ്മ അവതരിക്കുന്നു. അത് കഴിഞ്ഞാൽ തിന്മയെല്ലാം ഉന്മൂലനം ചെയ്തിട്ട് ആ ഗൗരീഭാവത്തിലാവുന്ന അമ്മ മഹാഗൗരി, മഹാദേവി, മഹാമായ, മഹാശക്തി, ആ എല്ലാം മഹാ ചേർത്ത് പറയാവുന്ന ആ മഹത് ഭാവത്തിലെത്തുന്ന അമ്മ മഹാഗൗരി ഭാവം 8ാമത്തെ ദിവസം. 9ാമത്തെ ദിവസം ഏത് വരത്തെയും ആർക്കും കൊടുക്കാൻ കഴിയുന്ന സിദ്ധിദാത്രി രൂപം. എന്ത് വരവും ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്ന, വരം കയ്യിൽ എന്തു ചോദിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം തരാൻ കഴിയുന്ന സിദ്ധിദാത്രി രൂപത്തെയാണ് നമ്മൾ 9ാം ദിവസം ദേവീഭാവത്തിൽ ആരാധിക്കുന്നത്. ഇത് തന്നെ ആദ്യത്തെ 3 ദിവസം സൂക്ഷ്മ രൂപത്തിൽ ഗൗരിയായിട്ടും, അതായത് ശക്തി സ്വരൂപിണിയായിട്ടും, അടുത്ത 3 ദിവസം ലക്ഷ്മി ഭാവത്തിലും, അതിനടുത്ത 3 ദിവസം ആദ്യം ശക്തി, രണ്ടാമത് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവൾ 3 ദിവസം. അത് കഴിഞ്ഞ് ശക്തിയും ഐശ്വര്യവും തന്നിട്ട് ഈ ബാഹ്യമായ ഐശ്വര്യങ്ങൾക്കപ്പുറം നിതാന്തമായി നിൽക്കുന്ന ഐശ്വര്യമായ അറിവിൻ്റെ ദേവതയായ
സരസ്വതിയായിട്ട് അവസാനത്തെ 3 ദിവസം നമ്മൾ കേരളത്തിലൊക്കെ പൂജിക്കുന്നത് അങ്ങനെയാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി ഭാവത്തിൽ ദേവിയെ ആരാധിക്കും. അപ്പോൾ ഈ ആരാധനകളൊക്കെ ഈ 9 ദിവസം കഴിയുമ്പോൾ വെച്ച് നിർത്താനുള്ളതല്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏതൊരു ദേവതയാണോ ഈ ഭാവങ്ങളിലെല്ലാം നമ്മൾ ആരാധിക്കുന്നത്, ഈ പ്രപഞ്ചത്തിലെ പരബ്രഹ്മപ്പൊരുൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക രൂപമോ ഭാവമോ ഒന്നുമില്ല. നമ്മളെ മനസ്സ് സങ്കല്പിക്കുന്ന ഏതൊരു രൂപവും സ്വീകരിക്കാൻ കഴിയുന്നതാണ് ഈശ്വരൻ. അതാണ് അവതാരങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടാവുന്നതാണ്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി പ്രപഞ്ചശക്തി ശരീരം സ്വീകരിച്ചു വരുന്നു. അത് താഴേക്ക് ആ ശക്തി രൂപം ധരിച്ചു വരുന്നതിനെ അവതാരമായിട്ട് നമ്മൾ പറയുന്നു. അതുപോലെ ഈ 9 നവരാത്രി ദിവസങ്ങളിലെ ആരാധനയുടെ ഫലമായി അവസാനത്തെ 3 ദിവസത്തെ സരസ്വതി ആരാധനയോടെ, അതായത് മഹാഗൗരിയായിട്ടും സിദ്ധിദാത്രിയായിട്ടും ഒക്കെ ദേവിയെ നമ്മൾ ആരാധിച്ച് കഴിയുമ്പോൾ നമ്മളും ഏകദേശം അതേ തലത്തിൽ എത്തണം എന്നാണ് പ്യൂരിഫിക്കേഷൻ. കാളരാത്രി രൂപത്തിലെ അമ്മ നമ്മളിലെ സകല തിന്മകളെയും ഉന്മൂലനം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീരാമകൃഷ്ണദേവൻ പൂജിച്ചതും പ്രാർത്ഥിച്ചതും കാളിമാതാവിനെയാണ്. പണ്ടൊക്കെ ഈ കാളി രൂപം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. നാക്ക് താഴോട്ടിട്ട് രക്തം ഇറ്റിറ്റ് വീഴുന്ന ചുവന്ന കണ്ണ്, കൈകളിൽ ആയുധം, വെട്ടിയ ശിരസൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ക്രൂരമായ രൂപം. പക്ഷെ അതെന്തിനെയാണ് ഉന്മൂലനം ചെയ്യുന്നത്? നമ്മളിൽ ഓരോരുത്തരിലുമുള്ള തിന്മകളെ, തിന്മവാസനകളെ കോടാനകോടി ജന്മങ്ങളായിട്ട് നമ്മൾ ഓരോ ശരീരം മാറി സ്വീകരിച്ചും ഉപേക്ഷിച്ചും ഈ ജീവൻ്റെ യാത്രയിൽ ഇതുപോലെ പെർഫെക്റ്റ് സോളൊന്നും ആവാത്തിടത്തോളം നമ്മൾ പെർഫെക്റ്റ് സോളാവുമ്പോൾ നമ്മൾ ആത്മാവാണെന്നുള്ള ബോധത്തിലാണ് സദാ ജീവിക്കുന്നത്. ശരീരബോധമില്ല, ശരീരബന്ധങ്ങൾ ഇതൊക്കെ അഭിനയിക്കുകയായിരിക്കും നമ്മൾ. ശരീരബന്ധങ്ങളെ ബന്ധനങ്ങളില്ല. പക്ഷെ ഒരു പെർഫെക്റ്റ് സോളായ ഒരാൾക്ക് ജനനമില്ല. പക്ഷെ അല്ലാത്തവർ വീണ്ടും ജനിച്ചും മരിച്ചും ആ പെർഫെക്ഷനിലേക്കുള്ള ജീവിത യാത്രയിലാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത്. അതാണ് നമ്മൾ ഉപനിഷത്തും പുരാണങ്ങളും ഒക്കെ പറയുന്നത്. ആ മനുഷ്യജന്മം കിട്ടുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തി, അത്യന്തം ദുർലഭമാണ് ഈ മനുഷ്യജന്മം. അത് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിന് ഉപയോഗപ്പെടുത്തിയതെന്നനുസരിച്ചാണ് നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോകുമ്പോൾ വീണ്ടും ജനിക്കണോ ജനിക്കണ്ടേ എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 വെള്ളം മാത്രമേ വെള്ളത്തിനോട് കലർത്തിയാൽ ചേരുള്ളൂ. കുറച്ച് എണ്ണയാണ് ഒഴിക്കണമെങ്കിൽ രണ്ടും വ്യത്യസ്ത ഡെൻസിറ്റി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കും. അതുപോലെ നമ്മളും പരമാത്മ ചൈതന്യത്തിൽ ലയിക്കാൻ തക്കവണ്ണം നമ്മളെ ചൈതന്യം ദേഹത്തിനതീതമായി വികസിക്കുകയും പ്രപഞ്ച ചൈതന്യവുമായി യോജിക്കാൻ തക്കവണ്ണമുള്ള പ്യൂരിറ്റിയിൽ നമ്മൾ എത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ വീണ്ടും ജനിക്കാതിരിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ തത്വശാസ്ത്രം. ഞാൻ പഠിച്ച നമ്മളെ പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ പറയുന്നത്. ഈ മാർഗം, ബുദ്ധൻ്റെ മാർഗം, അല്ലെങ്കിൽ ഈ സാധനയുടെ മാർഗത്തിൽ, ധ്യാന മാർഗത്തിൽ അവർക്ക് അവരെ സോളുമായിട്ട് ഒന്നു ചേരാം. നമ്മൾ എത്ര ശ്രമിച്ചാലും അല്പനേരത്തേക്ക് ഒരുപക്ഷെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ കിട്ടിയില്ല. അത് ആ നിലയിൽ സദാ വർത്തിക്കുക എന്നുള്ളതാണ്. ഒന്നും പുരളാതെ, ഈ ചക്ക മുറിക്കുമ്പോൾ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് മുറിക്കുന്ന പോലെ ഒന്നിനോട് സംഘമില്ലാതെ, എന്നാൽ എല്ലാം താനാണെന്നുള്ള ഭാവത്തിൽ എപ്പോഴും നമുക്ക് നിലനിൽക്കാൻ കഴിയുമെങ്കിൽ ഈ കാണുന്നതെല്ലാം ഒന്നുകിൽ താനാണ്, അല്ല തൻ്റെ ഭാവങ്ങളാണ്, അല്ലെങ്കിൽ അതെല്ലാം ഈശ്വരനാണ്, ഇതും ഈശ്വരനാണ്. ആ ഭാവത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞാൽ പിന്നെ ജനിക്കേണ്ട. കാരണം ഇത് തന്നെ അവിടെ ഊർന്നു വീഴും. ഇത് പിന്നെ ആ അറിവിൽ എത്തിച്ചേർന്ന ഒരാളിന് ശരീരം ഭാരമാണ്. ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഈ അവസ്ഥ നേടുന്നതിനാണ് നമുക്ക് ശരീരം വേണ്ടത്. ഇപ്പോൾ നമുക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഗുരുക്കന്മാർ നമ്മളെ മുമ്പിലുണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചു തരാനുള്ള സമയവും സന്ദർഭവും അവർ വിനിയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തി വികസിക്കാവുന്നിടത്തോളം വികസിക്കുക. എപ്പോഴും ഭഗവാൻ സത്യസായി ബാബ പറയും, എക്സ്പാൻഷൻ ഈസ് ലൈഫ്, കൺട്രാക്ഷൻ ഈസ് ഡെത്ത്. നമ്മൾ ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ, നമ്മിലേക്ക് തന്നെ ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ മരണത്തിനേക്കാളും കഷ്ടമാണ്. വികാസം എന്ന് പറയുമ്പോൾ അത് പരബ്രഹ്മ പൊരുളാണ്. വികസിക്കാൻ കഴിയുന്നിടത്തോളം വികസിക്കുക. എല്ലാം താനാണെന്ന ബോധതലത്തിലേക്ക് ഒന്നുകിൽ ഉയരുക, അല്ലെങ്കിൽ എല്ലാം അതാണെന്നുള്ള ബോധതലത്തിലേക്ക് നമ്മൾ നിൽക്കുക. ഞാനും വേറെ ഒന്നും അതിൽ നിന്ന് വ്യത്യസ്തമേ അല്ല. അപ്പോഴാണ് നമ്മൾ ഈ വേദങ്ങളിലെ അഹം ബ്രഹ്മാസ്മി ഭാവം അനുഭവിച്ചറിയുന്നത്. ഞാൻ ബ്രഹ്മമാണ് എന്നറിയണമെങ്കിൽ പറയല്ല, ഞാൻ ബ്രഹ്മമാണെന്ന അനുഭവ ബോധ്യം വരണമെങ്കിൽ ആ ബോധ്യത്തിൽ സദാ നിലനിൽക്കുന്ന ഒരാൾക്ക് പിന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല.
അതങ്ങ് ഊർന്ന് പൊക്കോളും. അതിനകത്തുനിന്ന് പൂർണ്ണതയോടുകൂടി ഈ ആത്മാവിന് മോചനം കിട്ടുകയും ചെയ്യും. അപ്പോൾ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വം അസി, നമ്മൾ ശബരിമലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നീ അതാണ്. ഏതാണ്? നീ അന്വേഷിക്കുന്നത് എന്തോ അത് നീയാണ്. നീ പരബ്രഹ്മ പൊരുളാണ്. നീ സനാതനമായ സത്യമാണ്, ശാശ്വതമായ പ്രേമമാണ്. നീ അമൃതസ്വരൂപലാരാന്ന് സ്വായി നമ്മളെ വിളിക്കാറുണ്ട്, പ്രേമസ്വരൂപലാരാന്ന് നമ്മളെ വിളിക്കാറുണ്ട്. അമൃതത്വവും പ്രേമവും ദിവ്യപ്രേമം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതിനോടുള്ള ഒട്ടലുള്ള പ്രേമമല്ല. സമസ്തവും എന്നിലാണെന്ന് തോന്നുമ്പോൾ ആ എന്നോട് തോന്നുന്ന പ്രേമം, സമസ്തത്തോടും തോന്നുന്ന ആ അതിര് കടന്ന വൈകാരികതയില്ലാതെ നിർമ്മലമായി ഒഴുകുന്ന ഒരു പുഴ പോലെ, പരിശുദ്ധമായി പടരുന്ന ഒരു സുഗന്ധം പോലെ നമ്മൾ ഓരോരുത്തരും വെയ്റ്റ്ലെസ്സായി, എന്നാൽ ആ പരമാനന്ദ ചൈതന്യത്തിൻ്റെ ഭാഗമാണെന്ന് അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് സ്വയം ഉയരുന്ന ആ ഘട്ടം, അത് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കേണ്ട. അതിലെത്താൻ വേണ്ടിയുള്ള പ്രയാണമാണ് ഓരോ ജന്മത്തിലും നമുക്ക് മുമ്പിലുള്ളത്. അതെങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ജനിക്കണോ വേണ്ടതെന്ന് ജീവൻ തീരുമാനിക്കണം. ഈ പരിശുദ്ധി കൈവരിക എന്നുള്ളതാണ് പ്യൂരിഫിക്കേഷൻ പ്രക്രിയ. അതിന് തക്കവണ്ണമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് മനുഷ്യജന്മം കൊണ്ട് നമ്മളെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ഒരു ജന്മം ലക്ഷ്യം എന്തിനാണ് പഠിക്കണത്? അത് ഡോക്ടർ ആവാൻ, അല്ലെങ്കിൽ എൻജിനീയർ ആവാൻ, അല്ലെങ്കിൽ IAS ആവാൻ, അല്ലെങ്കിൽ വലിയ ജോലി കിട്ടാൻ, ശാസ്ത്രജ്ഞനാവാൻ. അതാണ് ലക്ഷ്യമെങ്കിൽ അതാവാം. പക്ഷേ എത്ര കാലത്തേക്ക് അത് നിലനിൽക്കും? നമ്മൾ ആ ജോബിലിരിക്കുന്നിടത്തോളം, റിട്ടയർ ചെയ്തിട്ട് പോലും നമ്മളെ ലോകത്ത് ആവശ്യവുമില്ല. അപ്പോൾ അതല്ല ജീവിതത്തിൻ്റെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് സാക്ഷാത്കാരമാണ്. താൻ ആരാണെന്നുള്ള തിരിച്ചറിവിലെത്തുകയാണ്. താൻ ആരാണെന്നുള്ള തിരിച്ചറിവിലെത്തുക. ഇത് ഒരുപാട് ഋഷീശ്വരന്മാർ സ്വയം ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ആരാണ്? നമ്മളെല്ലാം ഞാനെന്ന വാക്ക് ഉപയോഗിക്കും. ആ ഞാനെന്ന വാക്ക് ഉപയോഗിക്കണം. എൻ്റെ ശരീരം മുഴുവൻ വേദനിക്കണു. അപ്പോൾ ശരീരം അല്ല, അതിൻ്റെ ഉടമസ്ഥനായിട്ടൊരു ഞാനുണ്ട്. എൻ്റെ തലമുടി, എൻ്റെ ബാഗ്, എൻ്റെ സാരി പോലെ ഒരു ഉപകരണമാണ് ഞാൻ ഈ ശരീരം. എൻ്റെ ബാഗ് എടുത്താന്ന് ചോദിക്കും, എൻ്റെ തലമുടി എല്ലാം പൊഴിയുന്നു. അപ്പോൾ എൻ്റെ സാരി, തലമുടി എന്നൊക്കെ പറയുന്നത് പോലെ എൻ്റെ ശരീരവും ഞാനിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആരാണ് ഈ ഞാൻ? ഹൂവാമയി. ഇതാണ് രമണ മഹർഷിയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ പപ്പ രാമദാസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ആരാണ്? ഈ അന്വേഷണമാണ് ജനിച്ച ഓരോരുത്തരും അവരുടെ ജീവിതകാലത്തിൽ സ്വയം അന്വേഷിക്കേണ്ടത്. എൻ്റെ ബാങ്ക് ബാലൻസോ, എൻ്റെ പ്രതാപമോ, എൻ്റെ പവറോ, എൻ്റെ ഔദ്യോഗിക മേൽവിലാസമോ ഒന്നും ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ കൂടെ വരില്ല. ആ ഔദ്യോഗിക മേൽവിലാസത്തിലുള്ള ആളല്ല ഞാൻ. അത് ജോലി കഴിയുന്നതോടെ ഔദ്യോഗിക മേൽവിലാസം അവിടെ DIGയും വലിയ പോലീസ് മേധാവികളും എക്സ്പെർട്ടായ ഭരണകർത്താക്കന്മാരും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതോടെ, സിംഹാസനം മാറുന്നതോടെ അവരെ വിലയും മാറുന്നുണ്ട്. അവരെ പിന്നെ ആരും മാനിക്കണമെന്നൊന്നുമില്ല. അവർ മാനിക്കണമെങ്കിൽ അവരായിരുന്ന കാലത്ത് അവരാരായിരുന്നു, എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവരെ മാനിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരാണെന്നുള്ള അന്വേഷണം എവിടെയാണ് ചെന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെ ഈ ശരീരമല്ല ഞാനെന്ന് വന്നാൽ നമ്മളെ ഈ എൻ്റെ ജീവൻ ഇപ്പോൾ പോകും. നമ്മൾ തന്നെ ഉപയോഗിക്കുന്നതാണ് പലപ്പോഴും. തലവേദന എടുക്കണു, എൻ്റെ ജീവൻ ഇപ്പോൾ പോകും. അപ്പോൾ ജീവനും അല്ല ഞാൻ, ശരീരവും അല്ല ഞാൻ. എൻ്റെ മനസ്സിൻ്റെ ഒരുപാട് വേദന, മനസ്സും അല്ല ഞാൻ. എൻ്റെ മനസ്സാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ തലവേദന. അപ്പം ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഇതുണ്ട്. അത് എനിക്കുള്ളതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ആ ഞാൻ. നമ്മളെ ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് നമ്മളെ വീക്ഷിക്കുന്ന ഒരു പരമമായ ശക്തി ഏതോ അതാണ് ഞാൻ എന്ന് അവസാനത്തെ തിരിച്ചറിവിലെത്തുകയും ആ ഞാൻ ഇതിലുള്ളതുപോലെ കോമൺ ഫാക്ടറായി ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവിലും ഞാൻ 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 നകത്തിരുന്ന് പറയുന്ന ആ സത്യവസ്തുവാണ് ഞാനെന്ന തിരിച്ചറിവിലെത്തുമ്പോൾ ഒന്നൊന്നായി നമ്മളെ വേദനകൾ കുറയും, സ്വാർത്ഥത കുറയും, ഒട്ടൽ കുറയും. എൻ്റെ മോൻ അവിടെ ജോലി കിട്ടിയില്ല, എൻ്റെ മോന് വീട് വെച്ചില്ല, എൻ്റെ മോക്ക് കല്യാണം നടന്നില്ല, എൻ്റെ കുട്ടിക്ക് ഉദ്യോഗമായില്ല. ഇതല്ല എൻ്റെ അല്ല. ആണെങ്കിൽ എല്ലാം എൻ്റെയാണ്, അല്ലെങ്കിൽ ഒന്നും എൻ്റെ അല്ല. കർമ്മവശാൽ, വിധിവശാൽ നമ്മളൊരു ഉപകരണമാവുന്നു. പക്ഷേ വളരെ ഭംഗിയായി നമ്മളെ കർത്തവ്യങ്ങളും കടമകളും അനുഷ്ഠിക്കാൻ ഈ ബോധം നമ്മളെ പ്രാപ്തമാക്കും. എൻ്റെ എന്ന് പറഞ്ഞ ഇതിലൂടെ കർമ്മവശാൽ വന്ന കുട്ടികളെ സംരക്ഷിക്കുക. ആ കുട്ടികളെ സംരക്ഷിക്കുന്നതോടൊപ്പം വേർതിരിവില്ലാതെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും ആ സത്യത്തിനോട് നമ്മൾ നീതി പുലർത്തണം. എല്ലാം എൻ്റെയാണ്. പക്ഷെ ഈ ഉപകരണത്തിലൂടെ
നമ്മൾ നോക്കാൻ ബാധ്യതപ്പെട്ട ഒരു കുടുംബം, അതാണല്ലോ കുടുംബ ബന്ധങ്ങളിൽ, അത് നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ ബോധത്തോടെ അവരെ സംരക്ഷിക്കുക, വേണ്ടത് ചെയ്തു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ആ ഒട്ടലിൽ നിലനിൽക്കാതിരിക്കുക. ഒരു ഘട്ടം കഴിയുമ്പോൾ ഞാൻ എന്നെയൊക്കെ കടന്നു പോകും. ഇപ്പോൾ എനിക്കും 2 കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കി. ഒരാൾ പൂനെയിൽ, ഒരാൾ എവിടെയാണ്, കഴക്കൂട്ടത്തും ഉണ്ട്. മറന്നു പോകും മക്കളെ. അവരൊക്കെ അവിടെയൊക്കെ ജീവിക്കണു. പലപ്പോഴും ഇങ്ങോട്ട് വിളിക്കാൻ പോലും മറക്കണ ഒരമ്മയായി പോയി ഞാനിപ്പോൾ. പേര് പോലും ചിലപ്പോൾ മറന്നു പോകും. പക്ഷേ അതുകൊണ്ട് അവർക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. എനിക്ക് തലവേദന ഒരുപാട് കുറവുണ്ട്. എൻ്റെ മക്കളെ അവന് പനിയോ അത് എന്തിനാണ് ഇതൊക്കെ? അവൻ്റെ അവകാശം ഞാൻ ഇവിടുന്ന് പോയാലും അവരൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അവരും ഒരു കാലത്ത് ഇവിടുന്ന് പോകും. ആര് മുമ്പേ പോകും, ആര് പുറകെ പോകുമെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. 12 വയസ്സായ ഒരു കുട്ടി ഇന്നാൾ സ്കൂളിൽ കുഴഞ്ഞു വീണ് മരിച്ചു. TV കൂടെ ഞാൻ കേട്ടതാണ് ഒരു വാർത്തയിൽ. അപ്പം ആ കാലത്ത് എൻ്റെ എന്നല്ല, കർത്തവ്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്യുക. പക്ഷേ ഇന്ന് കർത്തവ്യം ചെയ്യാൻ ആരും പഠിപ്പിക്കുന്നില്ല. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാനേ പഠിപ്പിക്കുന്നു. പ്രസവിച്ചു പോയി അമ്മയും അച്ഛനുമായ അവകാശമാണ് അവർക്ക് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. താ എന്ന് മക്കൾ. അവരെ കടമയെക്കുറിച്ച് അവർക്ക് ഒരു ബോധവും ഇല്ല. ഇന്നത്തെ തലമുറ കടമയോ കർത്തവ്യമോ ഇല്ല. നമ്മളെ സമരം ചെയ്യാൻ പഠിപ്പിക്കും ഓഫീസിലും സ്കൂളിലും ഒക്കെ. എന്താണ്? അവകാശങ്ങൾ നേടിയെടുക്കുക. ഈ അവകാശം, കടമയും കർത്തവ്യവും പാലിക്കാത്തവന് എവിടെ നിന്നാണ് ഈ അവകാശബോധം വരുന്നത്? അച്ഛനോടും അമ്മയോടും ഉള്ള കടമയും കർത്തവ്യവും യഥാവിധി നിർവഹിക്കുന്നവൻ അവകാശത്തിന് വേണ്ടി കൈ ഉയർത്തി പോരാളിയാവില്ല. അവൻ്റെ അവകാശമാണ് ഈ അമ്മ അച്ഛനെയും ശുശ്രൂഷിക്കാനുള്ളതും. ഞങ്ങൾ ശുശ്രൂഷിച്ചോളാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നാലും വിട്ടുകൊടുക്കാതിരിക്കുക. എൻ്റെ അമ്മ അച്ഛനും ഇപ്പോൾ 10 മക്കളുണ്ടാവട്ടെ, അവരാരെങ്കിലും ടേൺ വെച്ച് നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞു കൊടുക്കാതെ എനിക്കൊരമ്മയച്ഛനേ ഉള്ളൂ. ഈ ശരീരം അത് മുഖാന്തരം ഈ ഭൂമിയിൽ വന്നാണ്, അതെനിക്കുള്ളതാണ്, ഞാൻ സംരക്ഷിക്കേണ്ടതാണെന്നുള്ള ബോധത്തോടെ സംരക്ഷിക്കാനുള്ളൊരു ബോധം, ആ ബോധമണ്ഡലം ഉണർത്തുന്നില്ല നമ്മൾ നമ്മളെ അമ്മയച്ഛന്മാരോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഈ അവസരത്തിൽ ഓർക്കണം. അപ്പോഴാണ് നമ്മളെ കുട്ടികൾ നമ്മളോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റും. ഒരുപാട് കുരുങ്ങിയതാണ് ഈ ജീവിതം എന്ന് പറയണേ. ഞാനിങ്ങനെ പിച്ചുമ്പേയും പറയും പോലെ പറയും, ഇതൊന്നും മറ്റുള്ളവർക്ക് ശരിയായി തോന്നണമെന്നില്ല. യഥാർത്ഥത്തിൽ ആലോചിക്കുക, നമ്മൾ ആരാണ് നമുക്ക് പേരിടണേ? നമ്മളെ അമ്മമാരിട്ട പേരാണ്. അവർ ഊട്ടി വളർത്തിയ ശരീരമാണ് ആദ്യകാലത്ത്. അങ്ങനെ വളർത്തിയില്ലെങ്കിൽ ഇത് പട്ടിയ പൂച്ചയൊക്കെ തിന്നുകൊണ്ട് പോയേനെ, എവിടെയെങ്കിലും കിടന്ന് കാക്ക കൊത്തി വലിച്ചേനെ. അപ്പം എത്രമാത്രം വളരെ കരുണയോടെ അവർ അതിനെ വളരെ ഓരോ മൃഗത്തിൻ്റെ ഉള്ളിലും ഉണ്ട് ആ മാതൃത്വം. കോഴി തന്നെ അടവച്ച് കുഞ്ഞിനെ ഇങ്ങോട്ട് വിരിക്കുമ്പോൾ അതിനെ കൊത്തി ഓരോന്ന് ഇട്ടിട്ട് അമ്മ കഴിക്കാതെ ഓരോ അരിമണിയും കൊത്തി വെച്ചുകൊണ്ട് കൊക്കൊക്കൊക്കൊ ഒന്ന് വിളിക്കും കുട്ടികളെ വന്ന് കഴിക്കാൻ. അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരുന്ത് വരട്ടെ മുകളിൽ, ഒരൊറ്റ വിളിയാണ് എന്ന് പറഞ്ഞാൽ ആ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഒളിച്ചോളണം എൻ്റെ ചിറകിൻ കീഴിൽ. അതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ആര് കൊടുത്തതാണ് ആ മാതൃത്വ ബോധം? ആ തലമുറയെ വളർത്തിയെടുക്കാനുള്ള ആ ബോധം കോഴിക്ക് ആരെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായതാണോ? പ്രസവിച്ച പശുവിൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കയറ് പൊട്ടിക്കുന്ന, പ്രസവവേദന അനുഭവിച്ച പശു കയറ് പൊട്ടിക്കും തക്കവണ്ണം ബലം പ്രയോഗിക്കും ആ കുട്ടിയുടെ പുറകെ പോവാൻ, അതിനെ രക്ഷിക്കാൻ. ഈ ബോധം അതിന് കൊടുത്ത ശക്തി ഏതോ അത് തന്നെയാണ് മാതൃത്വ രൂപേണ നമ്മളെ ഉള്ളിലും സ്ഥിതി ചെയ്യുന്നത്. അവർ ആ ബോധം കൊണ്ട് സ്വാർത്ഥത കാണിക്കൂല. നമ്മളെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അന്യ കുട്ടികളെ വേണമെങ്കിൽ, നമ്മളെ കുട്ടിയേക്കാളും മാർക്ക് കൂടിയ ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കില്ല. അവനെ കടന്ന് നമ്മളെ കുട്ടി ഫസ്റ്റ് റാങ്കിൽ വരണം, ഫസ്റ്റ് സ്ഥാനത്ത് വരണമെന്ന് നമ്മൾ, ഇത് മൃഗത്തിൻ്റെ ഇടയിൽ ആ ചിന്തയില്ല. അപ്പം നമ്മൾ ആധുനികത കൊണ്ടും ഒരുപാട് സംസ്കാരമുള്ളവരാണെന്നും വിദ്യാഭ്യാസമുള്ളവരാണെന്നും ഒക്കെ പറയുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ സാംസ്കാരികമായോ വൈകാരികമായോ ഒക്കെ അധപ്പതിച്ച ഒരു തലത്തിൽ, മൃഗത്തിനേക്കാളും അധപ്പതിച്ച ഒരു തരത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ കുട്ടികൾ അവരെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അവരെ സഹപാഠികളാകുന്ന കഞ്ചാവ് വിൽപ്പനക്കാരാവാം, ഡ്രഗ്സ് അഡിക്റ്റഡായ ആളുകളാവാം, ഈ ലോകത്തിലെ ഏതൊക്കെ വേണ്ടാത്തരങ്ങൾ പ്രവർത്തിക്കുന്നവരടുത്തു നിന്നാണോ നൈമിഷിക സന്തോഷവും ആനന്ദവും അക്സെപ്റ്റൻസും കിട്ടുന്നത്, അവിടേക്ക് പോകുന്ന ദയനീയമായ കാഴ്ച കൂടെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനെക്കുറിച്ചുള്ളൊരു പൂർണ്ണ ബോധം ചെറുതായിരിക്കുമ്പോൾ തന്നെ കൊടുക്കാൻ അമ്മയച്ഛന്മാർക്ക് കഴിയുന്നില്ല. നമ്മൾ ആ തലത്തിലേക്ക് മാറുന്നില്ല. കുട്ടിയോട് നീ ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനും ഈ ലോകവുമായിട്ടുള്ള അവൻ്റെ ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കാനും അച്ഛനമ്മമാരൊക്കെ കടമയുണ്ട്.
ഇന്നലത്തെ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതൊന്നും മനസ്സിലാക്കിക്കാനുള്ള യാതൊരുവിധ പഠന പ്രക്രിയയില്ല. അത് അങ്ങനെ എന്തെങ്കിലും നന്മ പഠിപ്പിച്ചാൽ അത് മതമാണ്, പഠിപ്പിക്കാൻ പാടില്ല. അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വളരണം. വേണമെങ്കിൽ അമ്മയും അച്ഛനും ശാസിച്ചാൽ കേസ് കൊടുക്കാം, അവരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാം. ഇത്തരം ഒരു സാമൂഹ്യ നീതിയിലാണ് അവൻ വളരുന്നതും. എവിടെ നിന്ന് കിട്ടും പിന്നെ തിരിച്ചറിവ്? അവൻ എവിടെ അന്വേഷിക്കും ഞാൻ ആരാണെന്ന്? അവസാനം അന്വേഷിച്ച് ഒരു ചെറിയ പ്രശ്നത്തിന് പോലും സ്വയം പരിഹാരം കാണാൻ കഴിയാതെ ആവുമ്പോൾ അവൻ എന്തു ചെയ്യും? അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കും. സ്നേഹമെന്ന് പറയുന്ന പരിശുദ്ധ വികാരം നമ്മളൊക്കെ അറിയുന്ന കാലത്തിൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളാരോ ആ ആളിൻ്റെ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്നോ എൻ്റേതെന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റേതായില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കൊല്ലും, ജ്യൂസിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊല്ലും, അല്ലെങ്കിൽ കുട്ടികളെ തന്നെ ഉപേക്ഷിച്ചിട്ട് തനിക്ക് ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആരുടെ പോകണമെന്ന് വെച്ചാൽ അതിന് ഇന്നലെ വരെ പോറ്റി വളർത്തിയ അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ കൊല്ലും ഭാര്യയെ കൊല്ലും ഭർത്താവ്, അമ്മ മക്കളെയും. അത് പണ്ട് കേട്ട് കഴിവില്ലാത്തതാണ്. മക്കൾ അമ്മയെയും കൊല്ലുന്ന ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഈ തിരിച്ചറിവ് ഈ ലോകത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഉള്ളവരാണ്. നമ്മളറിയണം, വളരെ ഒരുപാട് കാലമൊന്നുമില്ല ഒരു മനുഷ്യ ജീവിതം, കൂടിയാൽ ഏറിയാൽ ഒരു 100 വർഷം. അത് 100 വർഷത്തിൽ അവസാനം ഒരു 80 കഴിഞ്ഞ് കഴിയുമ്പോൾ ഓർമ്മശക്തി ക്ഷയിക്കും. എനിക്കില്ല ഓർമ്മശക്തി ക്ഷയിക്കും. പിന്നെ നമുക്ക് ഡിഗ്രഡേഷനാണ്. ആദ്യത്തെ കുറേ കാലം വിദ്യാഭ്യാസത്തിന്, ജോലിക്ക്, വയറ്റിപ്പഴപ്പിനുള്ള വിദ്യാഭ്യാസത്തിന് മാറ്റിവെക്കും. യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടണില്ല. യഥാർത്ഥ വിദ്യാഭ്യാസം കിട്ടിയാൽ അവൻ്റെ ഉള്ളിൽ ആദ്യം നിറയുന്ന ദിവ്യമായ പ്രേമമാണ് ഈശ്വരൻ. സകല ചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ആ പ്രേമ പ്രക്രിയ കൊണ്ട് തന്നെയാണ്. സൂര്യൻ ഇവിടുന്ന് ഒന്നും സ്വീകരിക്കണില്ല, പക്ഷെ ഇവിടുത്തെ സമസ്ത ജീവജാലങ്ങൾക്കും ആവശ്യമായ ഊർജം, പ്രാണവായു എത്തിക്കുന്നത് എങ്ങനെയാണ് അത് ഇവിടെ ഉണ്ടാകുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ അത് സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ അന്തരീക്ഷത്തിലുള്ള വിഷവായുവായ കാർബൺ ഡയോക്സൈഡിനെ പച്ച നിറത്തിലെ ഇലയുള്ള സസ്യങ്ങൾ ഇലകളിൽ വലിച്ചെടുക്കുകയും സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഫോട്ടോസിന്തസിസ് വഴി അതിനെ സസ്യ പ്രോട്ടീനാക്കി മാറ്റുകയും ബൈ പ്രോഡക്റ്റായി ഓക്സിജനെ കൊടുക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് നടത്തുന്നതാണ്. നമ്മളൊരു മുട്ടുസൂചി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു എത്ര രൂപ വേണമെങ്കിലും ചിലക്ക് പഠന പുസ്തകം ഉപകരണങ്ങൾ കൊടുക്കുന്നവൻ ഞാൻ, വാങ്ങുന്നവൻ എൻ്റെ താഴെയുള്ള. സ്കൂൾ തുറക്കണ കാലത്ത് മൈക്കും വെച്ച് കെട്ടി ബുക്ക് വാങ്ങിക്കാൻ ചിലവാക്കിയതിൻ്റെ എത്രയോ കൂടുതൽ പൈസ ചിലവാക്കി ഉച്ചഭാഷിണിയിലൂടെ ഞങ്ങളിതാ ഇതൊക്കെ കൊടുക്കുന്നവരാണെന്ന് വിളംബരം ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതിയിൽ കണ്ടു പഠിക്കുക. സൂര്യൻ ഈ സമസ്ത ചരാചരങ്ങളെയും ഇവിടെ നിലനിർത്തുന്ന ഒറ്റ ഊർജ്ജ സ്രോതസ്. ആ സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള സൗരയൂഥത്തിലെ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി. ആ ഗ്രഹത്തിലെ 7 ഭൂഖണ്ഡങ്ങളിൽ, ഭൂമിയിലെ 7 ഭൂഖണ്ഡങ്ങളിൽ ഒന്നിലാണ് നമ്മൾ. അതിൽ എത്രയോ രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. ആ ഭാരതത്തിലെ ഒരു കൊച്ചു സംസ്ഥാന, കേരളത്തിലെ ഒരു കൊച്ചു ജില്ലയിലെ ഒരു കൊച്ചു സ്ഥലത്ത് ജനിച്ച ഏതോ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും വയറ്റിൽ ജനിച്ചു, അമ്മയുടെ വയറ്റിൽ ജനിച്ചു, കുഞ്ഞായി പിറന്നു, ഇന്നും ഇവിടെ എത്തി എല്ലാം ഞാനാണെന്നുള്ള അഹങ്കാരത്തോടെ ജീവിക്കുമ്പോൾ ഓർക്കുക, ഈ പ്രപഞ്ചവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയോ ചെറുതാണ് ഞാൻ. പക്ഷെ ആ ചെറുതിന് ഒരുപാട് മഹത്വമുണ്ട്. ആ ചെറുതിൻ്റെ കണ്ണി ഈ പ്രപഞ്ചവുമായിട്ട് കണക്റ്റഡാണ്. എന്തെല്ലാം ഗുണങ്ങൾ. ഒരു കടലിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്താൽ ആ വെള്ളത്തിന് കടലിൻ്റെ എടുക്കുന്ന ഒരു ടെസ്റ്റ് ട്യൂബിലായിക്കോട്ടെ 1 ഔൺസാണ് എടുക്കണമെന്നിരിക്കട്ടെ, അതിന് കടലിലെ വെള്ളത്തിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ ഉള്ളതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും ഈ പ്രപഞ്ച സത്യത്തിൻ്റെ ഗുണങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. ഈ പ്രപഞ്ചം എങ്ങനെ നിലനിൽക്കുന്നു, ആ നിലനിൽപ്പിന് ആധാരമായി ഈശ്വരൻ എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഈ ശരീരത്തിലും ആ പ്രപഞ്ച സൃഷ്ടാവ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഊർജം സ്വാംശീകരിക്കുന്നു, ആ ഊർജത്തെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്നു. ആഹാരത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് ദേഹം ഉണ്ടാകുന്നത്, ശരീരം ഉണ്ടാകുന്നത്, മനസ്സും ബുദ്ധിയും എല്ലാം ഉണ്ടാകുന്നത് ആ ആഹാരത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആഹാരം ശുദ്ധമായിരിക്കണം. ആഹാരം ശുദ്ധമായിരിക്കുക മാത്രമല്ല, ശുദ്ധമായ രീതിയിൽ സമ്പാദിച്ച ധനം കൊണ്ട് മാത്രമേ ഈ ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ആഹാര സാധനങ്ങൾ വാങ്ങാവൂ. മറ്റുള്ളവരെ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ പലിശ പൈസയോ, മറ്റുള്ളവനിൽ നിന്ന് നമ്മൾ പിടിച്ചു വാങ്ങിയ പൈസയോ, മോഷ്ടിച്ചെടുത്തതോ, നേരായ വിധം അധ്വാനിക്കാതെ സമ്പാദിച്ചതോ ആയ ഒന്നുകൊണ്ടും നമ്മൾ ജീവിക്കാൻ പാടില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പ്രക്രിയ നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ച് ഈ ശരീരവും അതിൻ്റെ ധർമ്മം നിലനിർത്തുന്നുണ്ട്.
ശരീരധർമ്മം നോക്കി, ഇവിടെ വെച്ച് ചവച്ച് ഇവിടെ എത്തി, കുറച്ച് സമയം കഴിയുമ്പോൾ അത് രക്തമായി, പിന്നെ വിസർജ്യങ്ങൾ പോകാനുള്ള സംവിധാനം ഇതിനകത്ത് തന്നെയുണ്ട്. ഇതൊക്കെ ചെയ്തു വെച്ചത് ആര് എന്ന് ചിന്തിക്കാത്തതുണ്ട്. നമ്മളാരും ഇത് ചെയ്തു വെച്ചിട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. ഇതിനകത്തൊരു ജീവൻ രൂപേണ പ്രവേശിച്ച ആ ഊർജം, ആ ചൈതന്യം, അതിനെയാണ് നമ്മൾ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത്. അപ്പം അണുവിലും അണുവായ നമ്മളിൽ ബൃഹത്തിലും ബൃഹത്തായ ഏതോ ഒന്നിരിപ്പുണ്ട്. ആ ഒന്ന് ഏതെന്ന് അന്വേഷിക്കേണ്ടതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. ആ ഒന്നിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ധർമ്മം. ആ ഒന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനില്ല. അവിടെയാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അറിവിൻ്റെ ആ ലോകത്തിലേക്ക് നമ്മളെത്തുന്നത്. ഞാനാണ് ബ്രഹ്മം. ആ ആളിന് തന്നിൽ നിന്ന് അന്യമായി ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല. വ്യക്തിയില്ല, വ്യക്തിബന്ധങ്ങളല്ല, വ്യക്തിബോധമില്ല. സമസ്തവും ആ ഒന്നിൻ്റെ വികരണങ്ങൾ. ബാഹ്യമായ രൂപം തന്നെ അലട്ടുന്നില്ല. ആ രൂപത്തിനകത്ത ചൈതന്യം. രൂപം പലതായിരിക്കാം, ചൈതന്യം ഒന്ന് എന്നതുപോലെ ഉള്ള ഭാവതലത്തിൽ നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ഏതൊരു ആധ്യാത്മിക പ്രക്രിയയുടെയും ആധ്യാത്മിക യാത്രയുടെ ആവശ്യം. അതിന് നമ്മളെ എത്തിക്കാനാണ് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ നമ്മളെ സഹായിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ 9 ദിവസം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന, സ്വാംശീകരിക്കുന്ന അറിവ് ശേഷിച്ച ജീവിതത്തിൽ പ്രകാശം പോലെ കൊണ്ടു നടക്കാൻ നമുക്ക് കഴിയണം. ആ അറിവ് സൂക്ഷിക്കാനും പ്രായോഗിക തലത്തിൽ എത്തിക്കാനും ആ അറിവായി മാറാനും നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും കേട്ടത് കൊണ്ട് ഫലമുള്ളൂ. ആ തിരിച്ചറിവിലേക്ക്, ഈ അറിവിനെയെല്ലാം തിരിച്ചറിവായി മാറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറണം. അറിവ് പ്രായോഗിക തലത്തിൽ വന്നില്ലെങ്കിൽ അതൊരു ഭാരമാണ്. നമുക്ക് തലയിൽ ഒരു വലിയ ഭാരവും കൊണ്ട് നടക്കും പോലെ ആയിരിക്കും ജീവിതം. അറിഞ്ഞത് ആചരിക്കുക. കുറച്ചറിഞ്ഞാൽ മതി. അത് ആചരിക്കുമ്പോൾ, അതായി നമ്മൾ മാറുമ്പോൾ, ആ അറിവ് നമ്മളിലൂടെ പ്രകടിതമാവുമ്പോൾ അറിവുകൾ താനേ വന്നുകൊള്ളും. ഗുരുക്കന്മാരും നമ്മളെ അടുത്തേക്ക് താനേ വരും. നമുക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചം ഒരുക്കിയിട്ടുണ്ട്. ആ പ്രപഞ്ചശില്പിയായ മഹേശ്വരൻ അതെല്ലാം നമുക്ക് വേണ്ട സമയത്ത് തരും. ഒന്നേ നമ്മൾ ചെയ്യേണ്ടു, മഴവെള്ളം കളക്ട് ചെയ്യണമെങ്കിൽ പാത്രം മഴവെള്ളത്തിന് നേരെ പിടിക്കണം. അതുപോലെ ഈ അറിവുകൾ സ്വാംശീകരിക്കാൻ നമ്മളെ തന്നെ ഇതിന് നേരെ നിർത്തിക്കൊടുക്കണം. ഇതുകൾ സ്വീകരിക്കാൻ നമ്മളെ തന്നെ അതിന് നേരെ നിർത്തിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇതൊന്നുമല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് ഒരു ജീവിതയാത്രയാണെങ്കിൽ അവിടെ നമുക്ക് നേടാനൊന്നുമില്ല. ഒരു ദിവസം നമ്മളെല്ലാം വളർത്തു നായ്ക്കളും പൂച്ചയും പട്ടിയും വീട്ടിലെ മറ്റും വളർത്തു മൃഗങ്ങളും അത് മരിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള കുട്ടികളെങ്കിലും കരയും. വാർദ്ധക്യത്തിൽ അച്ഛനെയും അമ്മയും മരിച്ചാൽ അതൊരു ആശ്വാസമായി കരുതും മക്കൾ. കാരണം ഇത്രയും നാൾ ഇങ്ങനെ വാട്ടർ ബെഡിൽ എത്ര നാൾ കിടക്കും, ഇവരെ എങ്ങനെ നോക്കാൻ ആർക്ക് നേരം? നമ്മളെ കുട്ടികളെ നോക്കാൻ നേരമില്ല. അവർക്ക് പരീക്ഷയാണ്. അച്ഛനും അമ്മയും ബോധമില്ലാതെ അബോധാവസ്ഥയിലായാലും വന്നു നോക്കാൻ കഴിയാത്ത ദൂരത്ത് മക്കളുമായി അവർക്ക് വൈകാരികമായി കുറേ കാലം കഴിയുമ്പോൾ ആ ബന്ധങ്ങളും അങ്ങ് പോകും. ആ അവസ്ഥയിൽ നമ്മൾ മൃഗത്തേക്കാൾ കഷ്ടമായ ഒരവസ്ഥയിലേക്കാണ് പോണത്. പക്ഷേ കടമകളും കർത്തവ്യങ്ങളും നന്നായി നിർവഹിക്കുക വഴി നമ്മൾക്ക് വ്യാധഗീത അറിയാലോ. ഇറച്ചി വെട്ടുകാരൻ ഗീതോപദേശം നടത്തുന്നത് സ്വന്തം കർമ്മം ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്യുന്ന ഏത് ജോലിയും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകാൻ തക്കവണ്ണം സത്യസന്ധവും പ്യുവറായി ആ ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൽ ഒട്ടിപ്പിടിക്കരുത്. അതുകൊണ്ട് വെട്ടിപ്പിടിക്കാനുള്ള മാർഗമാക്കി മാറ്റരുത്. വെട്ടിപ്പിടിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ആദ്യമേ നിശ്ചയിക്കണം. നമ്മൾ വെട്ടിപ്പിടിക്കേണ്ടത് നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിനെയാണ്. അതിനുപയോഗിക്കുന്ന തരത്തിൽ ജീവിച്ചു പോയാൽ നമുക്ക് വളരെ ഭംഗിയായി ഒരുപാട് വിഷമങ്ങളും എന്താണ് പറയേണ്ടത് ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയി ജീവിച്ച് എല്ലാം നമ്മളതാണ്. പുഴകൾ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, മലകൾ സൃഷ്ടിച്ചിട്ടുണ്ട്, പൂക്കളുണ്ട്, എന്തെല്ലാമുണ്ട്. പൂക്കള സൗരഭ്യമുണ്ട്, കാണാൻ എന്തെല്ലാം. ആകാശത്തോട്ട് നോക്കുക, നക്ഷത്രക്കൂട്ടങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, എന്തെല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന നമ്മളിന്ന് നമ്മളെ ഒരു മൊബൈലിൻ്റെ വരയിൽ ഒതുക്കി ചുരുങ്ങി എക്സ്പാൻഷനല്ല ചുരുങ്ങലാണ് ജീവിതം എന്ന് പറയിടത്ത് കൊണ്ടുവരുമ്പോഴാണ് ദുഃഖങ്ങളേറുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവരാത്രി ആഘോഷങ്ങളും അതിനോടനുബന്ധിച്ച് എല്ലാ ഐതിഹ്യങ്ങളും കഥകളും എല്ലാം തന്നെ നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നതിനും നമ്മളെ നാമാക്കുന്നതിനും നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നതിനും ആയി തീരണം. ഒരു നിമിഷം പോലും നമുക്ക് കളയാനില്ല. ഈ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അത് ബാഹ്യവസ്തുക്കൾ വാങ്ങിച്ചു കൂട്ടിയല്ല ആസ്വാദനം. അന്തരംഗത്തിൽ ശാന്തിയും
ആനന്ദവും അനുഭവിച്ച് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ആ ആനന്ദത്തിൽ ആറാടി ഞാൻ ആനന്ദ സ്വരൂപമാണ്, ഞാൻ അമൃതസ്വരൂപമാണ്, എനിക്ക് നാശമില്ല, ഞാൻ ഈ ആനന്ദം അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളെന്ന ബോധത്തിൽ ജീവിക്കാൻ പ്രാപ്തി നേടുക എന്നുള്ളതാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ആ ലക്ഷ്യത്തിലെത്താൻ ഗുരുജനങ്ങളും മറ്റെല്ലാവരും നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രകൃതി തന്നെ ഏറ്റവും വലിയ ഗുരുവാണ്. അവിടെ നമുക്ക് എന്തെല്ലാം കാണാം. ഒരു കാക്കയ്ക്ക് കുറച്ച് ചോറ് രാവിലെ വെച്ച് കൊടുക്കുക. നമ്മളടുത്ത് വരുന്ന രാവിലെ ഉണർന്ന് വരുന്ന കാക്കയ്ക്ക് കുറച്ച് ചോറ് വെച്ച് കൊടുത്താൽ അതാദ്യം ചെയ്യുന്ന കുറേ പേരെ വിളിച്ചു കൂട്ടും. കാ 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 എന്ന് വിളിക്കും. ആ വിശിഷ്ട ആഹാരം തനിയെ കഴിക്കൂല, കുറേ എണ്ണം ഒരുമിച്ച് വന്നിരുന്ന് അത് ഭക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മനുഷ്യനോ വിശിഷ്ടാഹാരങ്ങളും വിശിഷ്ട വസ്തുക്കളും കിട്ടിയാൽ ഒളിച്ചു വയ്ക്കും. ആ ഒളിച്ചു വെച്ചിട്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും മാത്രമായി, കുടുംബാംഗങ്ങൾക്കും മാത്രമായിട്ട് അത് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഈ മൃഗങ്ങളും പക്ഷി ലതാദികളും ഒക്കെ ഈ ലോകത്തുണ്ട്. അതിൽ നിന്നൊന്നും നമ്മൾ പഠിക്കണില്ല, നമ്മൾ മാറി നിൽക്കുകയാണ് അതിൽ നിന്ന് വേറിട്ട്. ഒരു കാക്കയിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്. ഇനി നോക്ക്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ ഒരുപാട് പ്രാവുകൾ വന്നിരിക്കണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ കാലത്ത് ഓടിട്ട സ്കൂളുകളാണ്, അതിൽ പ്രാവിൻ്റെ കൂടുകളുണ്ട്. ആ പ്രാവുകൾ ചെയ്യുന്ന അമ്മപ്രാവ് പോയി കൊത്തിയെടുത്ത് കാക്കയും അത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആഹാരം സ്വന്തം കൊക്കിലേക്ക് ഇടാതെ ചുണ്ടിൽ കൊത്തിക്കൊണ്ടുവന്ന് കാന്ന് വാ തുറക്കുന്ന കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും അമ്മ. നമ്മളിന്ന് മനുഷ്യർ ചിലപ്പോൾ അത് ചെയ്യും. ഇന്നത്തെ അമ്മമാർ അതും ചെയ്യണില്ല. ഞാൻ കഴിക്കട്ടെ, അവന് വേണമെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കഴിക്കട്ടെ, ഞാൻ കഴിച്ചിട്ട് എൻ്റെ മൊബൈൽ ലോകത്തിൽ ഞാനിരിക്കും. മാതൃത്വം പോലും ശുഷ്കിച്ചു, വിഷം ചേർന്നതായി. പണ്ട് മാതൃത്വം എന്ന് പറയുമ്പോൾ അതാണ് സിദ്ധിദാത്രി ഭാവവും ഈ മഹാഗൗരി ഭാവവും അത് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. കൊടുത്തുകൊണ്ടേയിരിക്കുക, അതിൽ കിട്ടുന്ന സന്തോഷം. സകല ജീവജാലങ്ങളും ആ അമ്മയ്ക്ക് സ്വന്തമാണ്, സകല പ്രപഞ്ച വസ്തുക്കളും ആ അമ്മയുടേതാണ്. കൊടുത്തുകൊണ്ടേയിരിക്കുക മക്കൾക്ക്. കൊടുത്തുകൊണ്ടിരിക്കാൻ സൂര്യനെ അവിടെ നിർത്തി, സൂര്യൻ പ്രകാശം ചൊരിയുന്നു. അതിൻ്റെ പ്രകാശരശ്മികളിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്, അതിൽ നിറയെ ഊർജമുണ്ട്. ഇന്ന് ആ ഊർജമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കറണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സൂര്യനെ കണ്ട് എന്താണ് പഠിക്കണം? സൂര്യൻ എന്തെങ്കിലും നമ്മൾ ഇന്ന് തിരിച്ചാഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് പ്രാണവായു തരുന്ന സൂര്യൻ, ഞാൻ പറഞ്ഞല്ലോ പ്രാണവായു എങ്ങനെയാണ് സൂര്യൻ തരുന്നത്? സസ്യങ്ങളും സൂര്യനും ചേർന്നാണ് നമുക്ക് പ്രാണവായു തരുന്നത്. അതിൽ നിന്നാണ് ഈ സസ്യസമൂഹങ്ങൾ വളരുന്നത്, അതാണ് നമുക്ക് ആഹാരമായി മാറുന്നത്. ഇതെല്ലാം തരുന്ന സൂര്യൻ ഒരിക്കലും എന്നെ ആരാധിച്ചോളണമെന്ന് പറയണില്ല. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എനിക്ക് ഹവിസ് അർപ്പിക്കുക എന്നൊരു സൂര്യനും പറയുന്നില്ല. ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഒരേ തരത്തിൽ തൻ്റെ പ്രകാശവും ആ അമൃതധാരയും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും പഠിക്കണില്ല. നമ്മൾ നമ്മളിലോട്ട് ചുരുങ്ങി കൂടിയ ഒരു കുട്ടി അല്ലെങ്കിൽ 1.5 കുട്ടി എത്ര കാണുമെന്തോ, ഇപ്പോൾ ഒന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫാക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഒന്നിനും നേരെയില്ല, ഒന്നിനും കുട്ടിയെ വളർത്താനുള്ള ത്യാഗം സഹിക്കാൻ വയ്യ എന്നൊക്കെ ഉള്ള മനോഭാവമുള്ള പെൺകുട്ടികൾ വളർന്നു വരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കതൊക്കെ ഒരു ഭാരമാണ്, ആവശ്യമില്ലാത്തതാണ്. മുമ്പിലുള്ളൊരു ജീവിതം അടിച്ച് പൊളിച്ചില്ലാതാക്കി കളയുക. അടിച്ചു പൊളിക്കുന്ന ഒന്നിനെ ചേർത്ത് വെച്ചാൽ അത് നേരെ പിന്നെ ആവൂല. പൊളിഞ്ഞു പോയത് ചേർത്ത് വയ്ക്കുമ്പോൾ അതിന് വിടവുണ്ടാവുക തന്നെ ചെയ്യും. അടിച്ചു പൊളിക്കാതെ ജീവിതത്തെ കൊണ്ടുപോകാനുള്ള പാഠങ്ങളാണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അന്വേഷണം കുട്ടിക്കാലം തൊട്ട് തുടങ്ങണം. അന്വേഷിക്കുന്ന കുട്ടികളെ നിരുത്സാഹപ്പെടുത്തുകയല്ല, ആരാണ് ഞാനെന്നുള്ള അന്വേഷണത്തിൽ അവനെ എത്തിക്കണം. ആ ആരാണ് ഞാനെന്നുള്ളതിൽ നമുക്ക് ഞാൻ ശരീരമല്ല, കണ്ണല്ല, മൂക്കല്ല, കൈയല്ല, കാലല്ല, ശരീരമല്ല, ജീവനല്ല, പിന്നെന്താണ് ഞാൻ? ജീവനും അപ്പുറത്ത്, ശരീരത്തിനും അപ്പുറത്ത്, ജീവനെയും നിലനിർത്തുന്ന, മനസ്സിനെയും സൂക്ഷിക്കുന്ന, മനസ്സിൻ്റെ വ്യാപാരങ്ങളെയും അറിയുന്ന ഒരു ശുദ്ധബോധമാണ് ഞാനെന്നുള്ള ഭാവതലം കുട്ടിക്ക് കൊടുക്കുകയും അല്പസമയമെങ്കിലും ഈശ്വരനാമ ആരാധനയോടെയെങ്കിലും, ആദ്യമൊന്നും അവനെ കണ്ണടച്ചിരുന്ന് തന്നിലെ തന്നെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നിലെ തന്നെ രൂപമായി പ്രകൃതിയിലെ ഏതൊന്നിനെയും സ്വീകരിക്കാമെന്നും ആ രൂപത്തിലൂടെ ആ രൂപത്തോട് തോന്നുന്ന പവിത്രമായ സ്നേഹസങ്കല്പത്തിലൂടെ ആ ശുദ്ധബോധത്തിലെത്താമെന്നും അവനെ പഠിപ്പിക്കാനുള്ള പാഠം പറഞ്ഞു കൊടുക്കേണ്ട അമ്മ. ഞാൻ ഇത്രയും നേരം ജോലി ചെയ്തിട്ട് വന്നു, ഇനി എനിക്കൊന്ന് കിടക്കണം, വിശ്രമിക്കണം, നീ പോടാ, അച്ഛൻ്റെ അടുത്ത് പോകാം, അല്ലെങ്കിൽ മൂത്തതിൻ്റെ അടുത്ത് പോയി പഠിക്കും. അങ്ങനെ തട്ടി നീക്കുന്ന അമ്മമാർ പോലും ഇന്ന് സ്വന്തം സുഖത്തിനപ്പുറത്തേക്ക് വളരാത്തത് കൊണ്ടാണ് തലമുറ
നശിച്ചു പോണത്. അതുകൊണ്ട് തന്നെ ഞാനെന്നുള്ളതിൻ്റെ എക്സ്പാൻഡഡ് ഫോം നമ്മളെ തലമുറയെ പഠിപ്പിക്കുക. അതുമായി ഒന്നാവാൻ കഴിയുമ്പോൾ മാത്രമേ സുഖം അനുഭവിക്കൂ എന്ന് പഠിപ്പിക്കുക. ബാക്കി എന്തൊക്കെ നേടിയാലും നേടിയതിന് നാശമുണ്ട്. എന്തിനീ ശരീരം പോലും നശിക്കും. ഒരിക്കൽ ഇത് ഇടണം. ശരീരം എന്ന് പറഞ്ഞാൽ ഇത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെയാണ് ശരീരം എന്ന് പറയുന്നത്. അത് നശിച്ചുകൊണ്ടേയിരിക്കണു. 70-75 വർഷം മുമ്പ് അമ്മേരെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന ഞാനല്ലല്ലോ ഇന്ന്. യൗവനം കിടന്നു, 2 പിള്ളേർക്ക് ജന്മം കൊടുത്തു, അത് കഴിഞ്ഞു വയസ്സായി, ഇനി പോകാനുള്ള ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പാസ്പോർട്ടും വിസയൊക്കെ റെഡിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിക്കുമ്പോൾ ഇപ്പോൾ പോലും എൻ്റെ കുട്ടി, എൻ്റെ മക്കൾ, എൻ്റെ മോൻ്റെ കുട്ടിയെ കാണണം, അതിൻ്റെ കല്യാണം കാണണമെന്നില്ല കുടുങ്ങാതെ എന്തുകൊണ്ട് ഞാൻ ആരാണ്, ഞാൻ എവിടേക്കാണ് ഈ പോണത്, അവിടെ പോകുമ്പോൾ എൻ്റെ ഈ ബാങ്ക് ബാലൻസ് ഉപയോഗിക്കാൻ പറ്റുമോ, എൻ്റെ ലോക്കറിലിരിക്കുന്ന ആഭരണങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ, ഞാനിവിടെ എൻ്റെ പേരിൽ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന ഏക്കറും സെൻറ്റും വീടും അവിടുത്തെ എ സിയും മറ്റു സന്തോഷ ഉപകരണങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ. അപ്പോൾ ഈ കുറച്ചു കാലത്തേക്കാണ് ഭഗവാനെ ഞാൻ ഈ അധ്വാനപ്പെട്ട് നേടിയതെന്ന് ഓർമ്മിക്കുന്ന ഒരു നിമിഷമെങ്കിലും കത്തണ്ടേ. ഇതൊന്നും ശാശ്വത അല്ല. അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണ്? നമ്മളെ സഹിഷ്ണുതയോടെയും ക്ഷമയോടെയും തൃപ്തിയോടെയും ഇവിടെ ജീവിച്ച, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുത്ത നിമിഷങ്ങൾ, മറ്റുള്ളവരെ താനായി തന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവമായി തന്നെ കണ്ടുകൊണ്ട്, തന്നിൽ നിന്ന് അന്യമല്ലാതെ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ, സന്തോഷങ്ങൾ, ഒരു കണ്ണുനീരുള്ള കണ്ണിലെ കണ്ണുനീരൊപ്പിയിട്ട് അവിടെ ചെയ്യുന്ന ഒരു പുഞ്ചിരിയിൽ നമ്മൾ കണ്ട നൈമിഷികമായ സന്തോഷം, ഇതെല്ലാം ഒരു അസറ്റാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അവിടോട്ട് കൊണ്ടുപോകാനുള്ള പാസ്പോർട്ടും വിസയും കിട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ബാങ്ക് ബാലൻസ് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ മാത്രമാണ്. പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാകർമ്മവും എന്നൊക്കെ നമ്മൾ ജ്ഞാനപ്പാനയിലൊക്കെ ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ വായിച്ചിരിക്കും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ നമ്മളത് കൊണ്ടുപോകണം. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ സമ്പാദിച്ച ഒന്നും കൊണ്ടുപോകില്ല. അവസാന നിമിഷത്തിലാണ് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ഇങ്ങനെ ഒരു ബോധോദയം വന്നത്. കൈ പുറത്തേക്കിട്, ഇവിടെ ഒന്നും എനിക്ക്, ഞാൻ സമ്പാദിച്ചതും പിടിച്ചടക്കിയ സാമ്രാജ്യങ്ങളും നേടിയതൊന്നും എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, വെറും കൈയോടെയാണ് അലക്സാണ്ടർ ഇവിടുന്ന് പോണതെന്ന് അറിയട്ടെ ലോകമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും വെറും കൈയോടെ അല്ലാതെ സമ്പന്നമായ മനസ്സോടെ, മനസ്സ് തന്നെ എവിടെ നിന്ന് ഉദിക്കുന്നു, ആ ആത്മാവിൻ്റെ നിറവറിഞ്ഞുകൊണ്ട്, ആത്മാവാണ് ഞാനെന്നും അത് പരമാത്മാവിൽ വിലയം പ്രാപിക്കാനുള്ളതാണെന്നും ആ വിലയം പ്രാപിക്കലിന് അതേ ശുദ്ധത ഈ ജന്മം കൊണ്ട്, അതേ നൈർമല്യം, അതേ പരിശുദ്ധി ഈ ജീവിതം കൊണ്ട് നമ്മൾ നേടേണ്ടതാണെന്നും അറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് ഇതുപോലെയുള്ള ആചരണങ്ങളും ഇതുപോലെയുള്ള ആഘോഷങ്ങളും ഇതുപോലെയുള്ള ഗുരുസമ്പർക്കങ്ങളും പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ പ്രാപ്തി നമുക്ക് തന്ന് ആ വാസനാബലം എല്ലാം ക്ഷയിപ്പിച്ചിട്ട് ആ ഒറ്റ വാസന മാത്രം, സത്യത്തിൻ്റെ നേർക്ക് പ്രയാണം ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം മാത്രം നമ്മളിൽ ഭഗവാൻ അവശേഷിപ്പിച്ചിട്ട് ബാക്കിയെല്ലാം കാളരാത്രീരൂപിണിയായ ഭഗവതി സംഹരിക്കട്ടെ നമ്മളിൽ ഓരോരുത്തരിലും. അതിനുശേഷം സിദ്ധിദാത്രിയായും മഹാഗൗരിയായും സിദ്ധിദാത്രിയായും വരുന്ന ദേവി ചൈതന്യം നമ്മളെ അനുഗ്രഹിക്കട്ടെ, പിടിച്ചണയ്ക്കട്ടെ, നമ്മളെ അവരുമായി ചേർക്കട്ടെ. അതിനുള്ള വിശുദ്ധി, പരിശുദ്ധി ഈ ജീവിതം നമുക്ക് തന്ന് നമ്മളെ രക്ഷിക്കാൻ ഗുരുപരമ്പരകളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ ഗുരുഭ്യോ നമഃ എല്ലാം എൻ്റെ ഗുരുവും രക്ഷകനുമായ സായി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം ശ്രീ സായിരാം, സായിരാം, സായിരാം.